നിങ്ങളോട് കുറച്ച് OTT പ്ലാറ്റ്ഫോമുകളുടെ പേര് പറയാൻ പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ വരാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സ്, ഹോട്ട്സ്റ്റാർ, ആമസോൺ പ്രൈം, സോണി ലിവ് ഇതൊക്കെയല്ലേ. പക്ഷേ സാധാരണക്കാരന്റെ OTT എന്നറിയപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ടെലഗ്രാം. ടെലഗ്രാമിൽ നിന്ന് നമ്മൾ മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്നത് ലീഗലാണോ ഇല്ലീഗലാണോ, ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നത് സേഫ് ആണോ, ഇത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും പ്രശ്നം വരുമോ, വിശദമായിട്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. സോ സാധാരണ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷനും കോപ്പിയും റൈറ്റ്സ് ഉള്ളത് പ്രൊഡ്യൂസറിന്റെ കയ്യിലാണ്. അതിനുശേഷം പ്രൊഡ്യൂസർ അത് തിയേറ്ററുകളിലേക്ക് കൊടുക്കുന്നു. അങ്ങനെയാണ് തിയേറ്ററുകളിൽ ഈ ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നത്. ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലൈസൻസ് തിയേറ്ററിൽ കൊടുത്ത ശേഷം പിന്നീടാണ് അത് OTT പ്ലാറ്റ്ഫോമുകളിലേക്ക് കൊടുക്കുന്നത്. എന്നാൽ ചില സിനിമകൾ ഡയറക്ട്ലി OTT റിലീസ് എന്ന് പറയുമ്പോൾ ആ ഒരു മിഡിലുള്ള ആ ഒരു തിയേറ്റർ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്ത് ഡയറക്റ്റ് പ്രൊഡ്യൂസറിൽ നിന്നും അത് OTTയിലേക്ക് പോകുന്നു. സോ ഒരാൾക്ക് ഒരു സിനിമ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഈ റൈറ്റ്സ് നിർബന്ധമായിട്ടും ഉണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് സിനിമ തുടങ്ങുമ്പോൾ ഏറ്റവും ആദ്യം കാണിക്കുന്നത് ഈ ഒരു സാധനം കോപ്പി റൈറ്റഡ് മെറ്റീരിയൽ ആണ്. ഇത് ഇല്ലീഗലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ വളരെയധികം ലീഗൽ ആയിട്ടുള്ള ഇഷ്യൂസ് വരുമെന്ന്. സോ നോർമലി എങ്ങനെയാണ് ടെലഗ്രാമിൽ മൂവീസ് വരുന്നത്? ഒന്നാമത്തേത് ക്യാമറിപ്പ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ക്യാമറ ഉണ്ടാവുന്നു, ആ ക്യാമറ ഉപയോഗിച്ച് അതിന്റെ മുഴുവനായിട്ടുള്ള ഒരു കോപ്പി പകർത്തുന്നു. ആ ഒരു പകർത്തിയ ക്യാമറ കോപ്പി ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുന്നു. ഇതിന് നമ്മൾ തിയേറ്റർ കോപ്പി എന്നൊക്കെ പറയാറുണ്ട്. ഇനി രണ്ടാമത്തേത് HD റിപ്പ് അല്ലെങ്കിൽ DVD റിപ്പ് എന്ന് പറയും. അതായത് ഈ ഒരു തിയേറ്ററിൽ നിന്നും റിലീസായ ശേഷം OTTയിലേക്ക് വരുമ്പോൾ OTT പ്ലാറ്റ്ഫോംസിന്റെ ഉള്ളിൽ നിന്നും ഈ ഒരു സിനിമ ഡൗൺലോഡ് ചെയ്ത് ഒറിജിനൽ ക്ലാരിറ്റിയിൽ ആ ഒരു സാധനം ടെലഗ്രാമിൽ അപ്ലോഡ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു HD റിപ്പ് അല്ലെങ്കിൽ DVD റിപ്പ് എന്നൊക്കെ പറയുന്നത്. അത് നമുക്ക് പല ഫോർമാറ്റുകൾ അവൈലബിൾ ആയിരിക്കും. 1080p, ഈ ഒരു 720p അല്ലെങ്കിൽ 4K, ബ്ലൂ-റേ എന്നിങ്ങനെ പല ഫോർമാറ്റുകളിൽ അവൈലബിളും ആയിരിക്കും. എന്നാൽ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ഈ രണ്ട് രീതിക്കാണെങ്കിലും ഇവിടെ വരുന്ന ഇമ്പാക്ട് ടോട്ടലി സെയിം ആണ്. ഇന്ത്യയിൽ ഒരു നിയമമുണ്ട്, കോപ്പിറൈറ്റ് ആക്ട് 1957 സെക്ഷൻ 63. ആ ഒരു കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം നിങ്ങൾ ഒരു കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയലിനെ പകർത്തുകയും അത് പബ്ലിക്കിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ആ ഒരു പകർത്തിയ ആളും അതേപോലെ അത് ഡിസ്ട്രിബ്യൂട്ട് ആയത് ഡൗൺലോഡ് ചെയ്ത ആളും രണ്ടുപേരും കുടുങ്ങുന്നതാണ്. ഈ ഒരു ഒഫൻസിന്റെ പണിഷ്മെന്റ് 6 മാസം മുതൽ 3 വർഷം വരെയുള്ള കഠിന തടവും അതുപോലെ തന്നെ 50,000 രൂപ മുതൽ 2 ലക്ഷം രൂപ വരെയുള്ള ഫൈനുമാണ്. ഇനി അഥവാ ഈ ഒരു ഒഫൻസിൽ ഒരിക്കൽ പെട്ടുപോയി കഴിഞ്ഞാൽ പിന്നീടും നിങ്ങൾ ഇതേ ഒഫൻസ് ചെയ്യുവാണെങ്കിൽ ഈ ഒരു തടവ് ശിക്ഷ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കൂടുതലാവുകയും അതേപോലെ ഫൈൻ 1 ലക്ഷത്തിൽ നിന്നും ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നതും. സോ ഇത്രയും വലിയൊരു ലീഗൽ ഇഷ്യൂ ഉള്ളപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ടെലഗ്രാമിൽ നിന്നും സിനിമ ഡൗൺലോഡ് ചെയ്തതിന് അറസ്റ്റ് ചെയ്തു എന്നുള്ള ന്യൂസുകൾ കേൾക്കാത്തത്? ഇതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഒരു ടെലഗ്രാം എന്ന ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് ലോകത്തിൽ ബില്യൺസ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഒരാൾ ഈ ഒരു സിനിമ പകർത്തി ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നത് അൺകൺട്രോളബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് ആരാണ് ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് കണ്ടെത്താനായിരിക്കും പോലീസിന്റെ ശ്രമം. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്ന് പറയുന്നത് ടെലഗ്രാം ഒരു ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ആണ് ആൻഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് VPN മുഖാന്തരമുള്ള സംവിധാനത്തിലൂടെയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം എവിടെ നിന്നാണ് അപ്ലോഡ് ചെയ്തത് എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് ലേശം ബുദ്ധിമുട്ടാണ്. സോ ഈ ഒരു സിനിമ പകർത്തി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ആളെയോ അല്ലെങ്കിൽ ഈ സിനിമകളെല്ലാം ഡൗൺലോഡ് ചെയ്ത മില്യൺസ് ഓഫ് ആൾക്കാരെയോ പോയി ഫൈൻ ചെയ്ത് ശിക്ഷിച്ച് അവരെ കോർട്ടിൽ കൊണ്ടുവന്ന് അവരെ ജയിലിൽ ഇടുന്നത് വളരെ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഈ സിനിമ പ്രൊഡ്യൂസേഴ്സിന് അത്രമാത്രം സമയം ഇല്ല. സോ ഇവർ ചെയ്യുന്ന വളരെ എളുപ്പമായിട്ടുള്ള പരിപാടി എന്ന് പറയുന്നത് ഒരു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് അങ്ങനെയൊക്കെ ആ ഒരു ഫയലിലേക്ക് ഇടുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും പല സിനിമകളും ടെലഗ്രാമിൽ വരുമ്പോൾ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ദിസ് ഹാസ് ബീൻ റിമൂവ്ഡ് ഡ്യൂ ടു കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് എന്ന് വരുന്നത്. സോ ഇവരുടെ ടാക്ടിക്സ് ആ ഒരു ഫയൽ ഉള്ളത് കൊണ്ടാണല്ലോ ഈ ഒരു ഡിസ്ട്രിബ്യൂഷനിൽ നടക്കുന്നത്. സോ ആ ഒരു ഫയലിനെ തന്നെ മുടയിലെ നുള്ളി കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പൈറസിയുടെ പ്രശ്നം ഉണ്ടാവില്ല. എന്നാൽ ഇവിടെ വേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അമേരിക്കൻ മില്ലേനിയം ഡിജിറ്റൽ കോപ്പിറൈറ്റ് ആക്ട് 1998. ഇതാണ് നോർമലി എബ്രോഡിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന ഫിലിംസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. എന്നാൽ ഈ ലോസ് ഇന്ത്യയിൽ ആപ്ലിക്കബിൾ അല്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത ഈ ലോയ്ക്ക് അടിയിലുള്ള കോപ്പിറൈറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ നമ്മൾ ഇന്ത്യയിൽ ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ അതിന് കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് വന്നു എന്ന് കേസ് കൊടുക്കാനായിട്ട് പറ്റില്ല. കാരണം അത് ഇന്ത്യയിൽ ബാധകമല്ല. ഈ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് പൊതുവെ അമേരിക്കയിൽ ഷൂട്ട് ചെയ്ത മൂവീസ് ഒക്കെ പെട്ടെന്ന് ടെലഗ്രാമിൽ വരികയും അത് ടെലഗ്രാമിൽ നിന്നും കോപ്പിറൈറ്റ് ഇൻഫ്രിഞ്ച്മെന്റ് കാരണം ഡിലീറ്റ് ആയി പോകാത്തതും. എന്നാൽ ഇവിടെ ലീഗൽ ഇഷ്യൂസിനെയും വളരെ വലിയ ഒരു ദുരന്തം ഒളിഞ്ഞു കിടക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ടെലഗ്രാമിൽ സിനിമാസ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ഡൗൺലോഡ് ചെയ്ത് ഫ്രീ ആയിട്ട് അങ്ങ് അപ്ലോഡ് ചെയ്യുന്നു, എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കൊടുക്കുന്നു.
ഇവർക്ക് എന്താണ് ലാഭം? പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെലഗ്രാമിൽ ഈ ഒരു മൂവി ഫയലായിട്ടായിരിക്കില്ല കിടക്കുന്നത്, ചില ലിങ്കുകളായിട്ടായിരിക്കും കിടക്കുന്നത്. ഈ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്ത് ഏതെങ്കിലും വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടായിരിക്കും പറയുന്നത്. ഈ ലിങ്കുകളിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഇഷ്ടം പോലെ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാവും. ആൻഡ് ഈ ഒരു അഡ്വർടൈസ്മെന്റ്സ് നമുക്ക് കണ്ടിരിക്കാൻ പറ്റാത്ത അഡ്വർടൈസ്മെന്റ്സ് ആയിരിക്കും. പൊതുവെ പേരൻസിന്റെ ഒക്കെ ചുറ്റുമാണ് നിങ്ങൾ ഈ ലിങ്കുകളൊക്കെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ എപ്പ പെട്ടു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ അഡ്വർടൈസ്മെന്റ്സ് കാണുന്നതിലും കൂടുതൽ പ്രശ്നം ഈ ഒരു അഡ്വർടൈസ്മെന്റ്സിലെല്ലാം ഒളിഞ്ഞു കിടക്കുന്ന ആഡ് വെയറുകളാണ്. സോ പലപ്പോഴും ലിങ്കുകളിൽ നിന്ന് സിനിമ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് ഒരു പ്രത്യേക APK അല്ലെങ്കിൽ പ്രത്യേക ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ഇല്ലാത്ത ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും കാണൂ എന്ന് പറയാറുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾ സിനിമകൾ കാണുകയാണെങ്കിൽ ആ ഒരു 2 മണിക്കൂറത്തേക്ക് നിനക്ക് നല്ല സമാധാനം ഉണ്ടാവും. പക്ഷേ അതിനുശേഷം നിങ്ങളുടെ ഫോണിലുള്ള സകല കോൺടാക്റ്റും കൺട്രോളും ഫോൺ സ്ലോ ആവുന്നു, ഹീറ്റ് ആവുന്നു, നിങ്ങളുടെ ഫോട്ടോസ് എല്ലാം ആരോ മോണിറ്റർ ചെയ്യുന്ന പോലെ തോന്നുന്നു, ഇതെല്ലാം ക്ലൗഡിലേക്ക് അപ്ലോഡ് ആവുന്നു, പെട്ടെന്ന് ഇന്റർനെറ്റ് തീർന്നു പോകുന്നു, നിങ്ങളുടെ ഫോൺ മൊത്തത്തിൽ അങ്ങ് കേടായി അല്ലെങ്കിൽ മൊത്തത്തിൽ വേറെ ആരോ വീക്ഷിക്കുന്ന ഒരു തോന്നൽ വരുന്നുണ്ടെങ്കിൽ അതിന് കാരണവും ഇതൊക്കെ തന്നെയാണ്. ഇതിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത് കലണ്ടർ വൈറസ് ആണ്. പെട്ടെന്ന് ഒരു ദിവസം നിങ്ങളുടെ സ്മാർട്ട് ഫോണിലെ കലണ്ടർ എടുത്ത് നോക്കുമ്പോൾ യു ഹാവ് ബീൻ ഇൻഫെക്റ്റഡ് വിത്ത് വൈറസ് എന്ന് പറഞ്ഞ് കണ്ടമാനം കലണ്ടർ ഇവന്റ്സ് ക്രിയേറ്റ് ആയത് കണ്ടിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് എപ്പോഴെപ്പോഴും പോപ്പ് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ ഇതും ഒരു കാരണമാണ്. സോ ഫൈനലി ടെലഗ്രാമിൽ നിന്നും മൂവീസ് ഡൗൺലോഡ് ചെയ്യുന്നത് സേഫ് ആണോ ഇല്ലീഗൽ ആണോ? ഇതിനെല്ലാമുള്ള ഉത്തരം ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നി ഉറപ്പായിട്ടും ചാനൽ ചെക്ക് ചെയ്യാനും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ട് സൈഡിലെ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യാനും മറക്കണ്ട. നമ്മൾക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.